ചുരിദാർ ബിറ്റിൽ നിന്നും എങ്ങനെയാണ് അളവെടുത്ത് തയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ചുരിദാർ ബിറ്റിൽ പാൻറ്റും ലൈനിങ്ങും ഒരുമിച്ച് വന്നിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാൻറ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ലൈനിങ് ആയിട്ട് ടോപ്പിന് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് 36 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 36 ഇഞ്ചിലോട്ട് 2 ആഡ് ചെയ്യണം മുകൾക്ക്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ മടക്കി അടയ്ക്കാൻ ബാക്കി എത്രയാണോ നമുക്ക് പീസ് വരുന്നത് അത്രയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ 3 ഇഞ്ചാണ് ബാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 ഇഞ്ച് നോക്കാം. പിന്നെ നമ്മൾ പാൻറ്റിന് ലൈനിങ്ങിൻ്റെ പാൻറ്റിൻ്റെ ഒരുമിച്ചുള്ള തുണി ആകുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം തുണിയുണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അലാസ്റ്റിക്കിനുള്ള 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് താഴോട്ട് വേണം 36 ഇഞ്ച് അളവ് ലെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഹിപ്പിൻ്റെ അളവ് പ്ലസ് 1 ഇഞ്ച് കൂട്ടിയാൽ മതി ഹിപ്പിൻ്റെ അളവിനേക്കാളും. അപ്പോൾ ഹിപ്പിൻ്റെ അളവ് ബൈ 4 അല്ലേ, 4 കൂട്ടിയിട്ട് നമ്മൾ 4ആയിട്ടല്ലേ മടക്കുന്നത്. അപ്പോൾ 4ആയിട്ട് മടക്കുമ്പോൾ 4-1 എടുത്തിട്ട് പ്ലസ് 1 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. എന്നിട്ട് താഴോട്ട് വരക്കാണ് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഒരു 14 ഇഞ്ചൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ താഴോട്ടും 14 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. പിന്നെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അലാസ്റ്റിക്കിനും കൂടി കൊടുത്തിട്ടുണ്ട് താഴോട്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് 2 ഇഞ്ച് കുറച്ച് അങ്ങോട്ട് വരക്കുക. നമ്മൾ വലത്ത് സൈഡിലേക്ക് നമ്മൾ ആ ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ നമ്മൾ 2 ഇഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തത്തിൽ 16 ഇഞ്ചായിരിക്കും വരുന്നത് വിടുത്ത്. ഇനി നമ്മൾ താഴത്തെ വിടുത്തും കൂടെ ഇത് നമുക്ക് ചുരി പാൻറ്റല്ല, അതുപോലെ സിഗരറ്റ് പാൻറ്റും അല്ല, എന്നാൽ യൂണിഫോം ടൈപ്പ് പാൻറ്റ് അങ്ങനെ ഉണ്ടാവില്ലേ, ഒരു 7 ഇഞ്ച് വിടുത്തിലൊക്കെ വരുന്ന ആ ഒരു ഇതിൽ കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രോച്ച് ഏരിയ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെയുള്ള അളവിൽ 7 ഇഞ്ചിലാണ്. അപ്പോൾ 7 ഇഞ്ചാകുമ്പോൾ 8 ഇഞ്ച്, അതായത് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ഇട്ട് ഡയറക്റ്റായിട്ടാണ് വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു സ്കെയിലൊക്കെ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് തയ്ച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ സ്കെയിലൊക്കെ ഒന്ന് വാങ്ങിച്ച് വെക്കുക. അത് നമുക്ക് ഷേപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരമാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് പാൻറ്റിന് ആ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തുനിന്നും താഴത്തോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചതിന് ശേഷം അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്കെയിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ ആ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അങ്ങ് കിട്ടും. അപ്പോൾ പ്രൊഫഷണലായിട്ട് തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്കെയിലൊക്കെ വാങ്ങിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ നമ്മുടേത് മാത്രമായിട്ട് തയ്ക്കുന്നവർക്കാണെന്ന് വെച്ചെങ്കിൽ സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡയറക്റ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ട് വരുന്നത്. ഇനി നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തിട്ട് കാണാം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി വേണം. നട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എല്ലാത്തിനും വെച്ച് കൊടുക്കുന്നതാണ് ഒരു തുണി എക്സ്ട്രാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി. 2 പീസാണ്. നമുക്ക് ആ ഒരു ഭാഗം വെട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ തുണിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വിടുത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവൊക്കെ തെറ്റും. അപ്പോൾ അങ്ങനെ തെന്നി പോകുന്ന സംശയമുള്ളവർ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുത്തിട്ട് 2 ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ ആ സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നത്.
ഇനി താഴോട്ട് 10 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ താഴോട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ താഴോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് 10 ഇഞ്ച് 10 ഇഞ്ച് അളവെടുക്കുക. താഴെ ഭാഗത്ത് 10ാമത്തെ ഇഞ്ചിൽ താഴോട്ട് 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് വേണം കോണാക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ടോപ്പിന് നോക്കാം. ടോപ്പിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് ലൈനിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് 4ആയിട്ട് മടക്കി കൊടുക്കുക. ബാക്കിയുള്ള പീസ് മുഴുവനായിട്ട് 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ താഴോട്ടും. പിന്നെ നമ്മളെന്ത് ചെയ്യുന്നത് അതൊക്കെ അതുപോലെ തന്നെ കേട്ടോ, അതിന് മുന്നേ കാണിച്ചതുപോലെ തന്നെയാണ്. പിന്നെ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നു, അതുപോലെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നു, ഹിപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്തുന്നു, താഴോട്ട് നമ്മൾ വിടുത്ത് അടയാളപ്പെടുത്തുന്നു, എന്നിട്ട് ജോയിൻ ചെയ്യുന്നു. അതൊക്കെ ഈസി ആയിട്ട് ഇതിന് മുന്നേ കാണിച്ച അതേപോലെ തന്നെ വീഡിയോ സിമ്പിളായിട്ട്. അതുപോലെ ആം ഹോൾ കർവ് വരക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി ഇവിടെ ഒന്നുമല്ല നമുക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ ഡൗട്ട് വരുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പോവാം കേട്ടോ. അതെല്ലാം കട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം. പിന്നെ ഇനി ഇത് സ്ലീവാണ്. സ്ലീവ് നമ്മൾ അതിൽ നിന്ന് ബാക്കി കിട്ടുന്ന തുണിയിൽ 4ആയിട്ട് തന്നെ മടക്കി വെക്കുകയാണ്. 14 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതൊരു 16 ഇഞ്ചിൽ നമ്മൾ മടക്കിയിട്ടുണ്ട്. ശരിക്കും 14 ഇഞ്ചാണെങ്കിൽ 15.5 1/2 ഇഞ്ച് മതി. കാരണം 1 ഇഞ്ച് താഴോട്ട് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ പോകും. അങ്ങനെ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. 2 ഇഞ്ച് കൊടുക്കുന്നവർക്ക് 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കുന്നവർക്ക് 2 ഇഞ്ച് നമ്മൾ കൊടുക്കണം. അങ്ങനെ 16 ഇഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ 15.5 ഇഞ്ച് കിട്ടാം. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന അപ്പോൾ സ്ലീവിൻ്റെ അളവൊക്കെ ഞാൻ ഇതിന് മുന്നേ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അറിയാത്തവർക്കായിട്ട്, അതൊന്നും കാണാത്തവർക്കായിട്ട് വീണ്ടും ഇതിൽ കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ കാണേണ്ടവർക്ക് കാണാം, അതല്ലാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ ജോലി കഴിഞ്ഞ് ഇനി ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു വർക്ക് വരുന്ന ഭാഗം അത് ക്ലിയറായിട്ട് തന്നെ മടക്കിയിട്ട് മുട്ടുസൂചി വെച്ചിട്ട് കുത്തി നോക്കണം. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒരുപോലെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയാണ് നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ആ ഒരു രീതിക്കല്ലെങ്കിൽ അവർക്കത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക് കുറയും. അപ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു ഡിസൈന് അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് ഒരു 5 തവണയൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപോലെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഈസിയാണ്. എപ്പോഴും നമ്മൾ മുൻഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, നമ്മൾ ലൈനിങ് ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈസിയാണ്. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാക്ക് പീസ് എത്ര ലെങ്ത്ത് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നോക്കുക. ചില പീസിൽ ബാക്ക് പീസിലും താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും, ചില പീസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല താഴെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ലെങ്ത്ത് ടാലി അല്ലേ എന്നുള്ളത് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എപ്പോഴും മുന്നിൽ ഡിസൈൻ ഉള്ളതിൽ നമുക്ക് സെൻറ്റർ മടക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് കൈ കിട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ അപ്പോൾ ബാക്ക് പീസിൽ നിന്നാണ് നമുക്ക് അധികവും കൈ അല്ലെങ്കിൽ സ്ലീവ് നമുക്ക് കിട്ടുക.
അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു അരികിൽ നിന്ന് മാത്രം കട്ട് ചെയ്യുക. ഫ്രണ്ട് പീസ് ഇങ്ങനെ നടു മടക്കി വെക്കണ പോലെ ബാക്ക് പീസ് നടു മടക്കിയിട്ട് കട്ട് ചെയ്യരുത്. ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫ്രണ്ട് പീസിൽ നമുക്ക് ആ ഒരു ഡിസൈനിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോകരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യരുത്. ഓക്കെ, അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ലൈനിങ് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. താഴെയൊന്നും മടക്കി അടിക്കാനില്ല, താഴെയും ഡിസൈൻ വരുന്നത് കൊണ്ട് താഴെയും കട്ട് ചെയ്യാൻ അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് താഴെയൊന്നും കട്ട് ചെയ്യേണ്ട, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ഒരു വിഡ്ത്തിനനുസരിച്ച് മാത്രം അങ്ങനെ അത് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോയാൽ മതി. ഇനി നമുക്ക് ബാക്ക് ബോഡി പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗം നമ്മൾ വർക്കുള്ള ആ ഒരു ഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, അല്ലാതെ ലൈനിങ് വെച്ചിട്ടല്ല. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ താഴെ ഭാഗത്ത് മടക്കി അടിക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ച് താഴെ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അതെല്ലാം മടക്കി അടിക്കാനില്ല എങ്കിൽ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് താഴെ ഭാഗം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരേ അളവിൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു തവണയൊക്കെ ഒന്ന് നോക്കിയാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, കട്ട് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെയാണ് ഫോൾട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് അടുത്ത തവണ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ലൈവായിട്ടായിരുന്നു, അത് നമ്മുടെ ചാനലിലുണ്ട്. താങ്ക്